പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്മസ് വിചിന്തന ധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചിന്തകൾ ഈ ദിവസങ്ങളിലായി നമ്മൾ മനനം ചെയ്യുകയായിരുന്നു. അതായത് ഈശോയുടെ ജനനത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിരുന്നവർ, പരിശുദ്ധി അമ്മ, മാതാവ്, യൗസേപ്പ് പിതാവ്, പൂജരാജാക്കന്മാർ, ആട്ടിടയന്മാർ, ഇവരെല്ലാം ഈശോയുടെ ജനനത്തെ അതിൻ്റെ ഗൗരവത്തിൽ കണ്ടവരാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനം യഥാർത്ഥത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുകയും ആ വചനത്തോട് പ്രത്യുത്തരിക്കുകയും ചെയ്തവരാണ് അവരെല്ലാവരും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ക്രിസ്തു സംഭവം ഒരനുഗ്രഹമായി മാറി, ഒരഭിഷേകമായി മാറി എന്ന് നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, ഹൃദയത്തിൽ തുറവിയുള്ളവർക്കെല്ലാം, ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്കെല്ലാം, ദൈവത്തിൻ്റെ അടയാളങ്ങളെ അവഗണിക്കാത്തവർക്കെല്ലാം ഇന്നും ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന വലിയ അനുഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച സംഭവം. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ആ വചനത്താലാണ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ വാക്കാൽ സൃഷ്ടിക്കപ്പെട്ടു. ആ വചനം തന്നെയാണ് എഴുതപ്പെട്ട വചനം. ആ വചനം തന്നെയാണ് മാംസം ധരിച്ച് കാലസമ്പൂർണതയിൽ നമ്മുടെ ഇടയിൽ വസിച്ച ഈശോ. ക്രിസ്മസ് അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിനോട് വളരെ ക്രിയാത്മകമായി പ്രത്യുത്തരിച്ചവർക്കെല്ലാം ക്രിസ്മസ് ഒരു അനുഭവമായി എന്ന്, അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചവർക്കെല്ലാം ക്രിസ്മസ് ഒരനുഭവമായി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. അത് അന്ന് നടന്നൊരു സംഭവം മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് മുൻപ് വളരെ കാര്യമായി ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്ത പുലർത്തിയവർക്ക് മാത്രമല്ല, ഇന്നും ജീവിക്കുന്ന ഈശോ ഇന്നും അനേക മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നു, സൗഖ്യമായി മാറുന്നു, വിടുതലായി മാറുന്നു. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈശോയുടെ ജനനത്തോട് മുഖം തിരിക്കുന്ന വ്യക്തികളെയും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അസ്വസ്ഥരാകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുമ്പോൾ മറിയത്തിന് അസ്വസ്ഥതയുണ്ടായില്ലേ, ആട്ടിടയന്മാർക്ക് ഭയമുണ്ടായില്ലേ, അല്ലെങ്കിൽ യൗസേപ്പ് പിതാവ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ഒരു ശങ്ക, ഒരു അസ്വസ്ഥത അവൻ അനുഭവപ്പെട്ടില്ലേ? അതുപോലത്തെ ഒരു അസ്വസ്ഥതയല്ല പ്രിയപ്പെട്ടവരെ. അതായത് ഈശോയുടെ വരവ്, ഈശോയുടെ സാന്നിധ്യം തന്നെ ഒരു വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയും ആ അസ്വസ്ഥത വൈരാഗ്യമായി മാറുകയും ആ അസ്വസ്ഥത അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊരുവനാണ് ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഹെറോദോസ്. അതായത് ഈശോയുടെ ജനനം എല്ലാവർക്കും സന്തോഷമുളവാക്കിയപ്പോൾ ഹെറോദോസിന് മാത്രം അത് അസ്വസ്ഥത ഉളവാക്കിയെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതായത് ജ്ഞാനികളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന അവസരത്തിൽ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ജ്ഞാനികളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജ്ഞാനികൾ കൊട്ടാരത്തിൽ വന്ന് യഹൂദരുടെ രാജാവിനെ അന്വേഷിക്കുമ്പോൾ
ആ നാളുകളിൽ യഹൂദരെ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേറോദോസിന് അസ്വസ്ഥതയുണ്ടായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം തൻ്റെ സ്ഥാനം, തൻ്റെ സ്വാർത്ഥത, അല്ലെങ്കിൽ തൻ്റെ മഹിമ, അതിലെല്ലാം ഒരു കുറവ് വരും എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും ഹേറോദോസിന് അസ്വസ്ഥതയുളവാക്കാൻ കാരണമായിട്ടുണ്ട്. ഹെറോദോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു വലിയ ക്രൂരനായൊരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, ഈശോയുടെ ജനനം അദ്ദേഹത്തിന് അസ്വസ്ഥത നൽകി. ഈശോയുടെ ജനനം അദ്ദേഹത്തെ ഭയപ്പെടുത്തി. ഞാനല്ലാതെ മറ്റൊരു രാജാവോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ജ്ഞാനികളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. തന്ത്രപൂർവം കാപഠ്യത്തോടെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളും എന്നെ വന്നറിയിക്കുക. എന്തറിയിക്കണം? ഈ രാജാവ് എവിടെയാണ് പറന്നിരിക്കുന്നത്? എനിക്കും പോയി അവനെ ആരാധിക്കാമല്ലോ, എനിക്കും പോയി അവനെ വണങ്ങാമല്ലോ, എനിക്കും പോയി അവനെ സന്ദർശിക്കാമല്ലോ. ഉണ്ടോ? കാപഠ്യത്തിൻ്റെ മുഖമാണ്. അസ്വസ്ഥത അത് ഹെറോദോസിലേക്ക് കടന്നു വരുന്നു. അത് അവൻ്റെ സ്ഥാനഭ്രഷ്ടനാക്കുമോ എന്നൊരു ചിന്ത കടന്നു വരുന്നു. അത് ഒരു കാപഠ്യമായിട്ട് കടന്നു വരികയാണ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഹെറോദോസ് എത്രമാത്രം ഈശോയുടെ വരവിനെ ഭയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും വധിക്കാൻ ഉത്തരവിട്ടു എന്നുള്ളതാണ്. അത് മാത്രമല്ല, റാമായിൽ ഒരു വലിയ നിലവിളി, സന്താനങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള വിലാപങ്ങൾ ഉയരുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടത്. ഇന്നും അനേകർക്ക് അസ്വസ്ഥതയായിട്ട് ഈശോയും ഈശോയുടെ ചൈതന്യവും ഈശോയുടെ മൗതിക ശരീരമായി തിരുസഭയും മാറുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൻ്റെ സാന്നിധ്യമാണ്. ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എന്താണ്? ധാർമ്മികതയുടെ സാന്നിധ്യമാണ്. ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയെ സ്വീകരിച്ചവർക്കെല്ലാം, ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ ഒരു വലിയ കൃപ അവിടുന്ന് നൽകിയെന്ന് വചനം നമ്മളോട് പറയുന്നു. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാം സഹോദരങ്ങളല്ലേ? ആ സാഹോദര്യത്തിൻ്റെ ചൈതന്യത്തിൽ വലിയ സമാധാനം അവിടെ ഇല്ലേ? വലിയ സന്തോഷം അവിടെ ഇല്ലേ? വലിയ സ്നേഹം അവിടെ ഇല്ലേ? അപ്പോൾ ഈശോയിൽ വിശ്വസിച്ചവർക്കെല്ലാം, ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചവർക്ക്, ഈശോയെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാനുള്ള വലിയ കഴിവ് അവൻ നൽകി, വലിയ കൃപ നൽകി. അപ്പോൾ അതങ്ങനെ സ്വീകരിക്കാൻ കഴിയാത്തവർക്കെല്ലാം വലിയ അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ അസ്വസ്ഥതപ്പെട്ടവരിൽ ഒരാളാണ് ഹെറോദോസ്. കാരണം ഈശോയുടെ വരവ് തൻ്റെ ജീവിതത്തെയും തൻ്റെ മനോഭാവത്തെയും തൻ്റെ സ്ഥാനത്തെയും ഇല്ലാതാക്കുമെന്നുള്ള ഒരു ചിന്ത ഹെറോദോസിനുണ്ടായിരുന്നു. അതായത് സ്വാർത്ഥതയുടെ കൊടുമുടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോയുടെ സാന്നിധ്യം ഉൾക്കൊള്ളാനായിട്ട് ആവുകയില്ല. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു അടയാളമാണ് ഹെറോദോസ്. അദ്ദേഹം പ്രഗത്ഭനായിരുന്നു, പ്രശസ്തനായിരുന്നു, പക്ഷേ വളരെ ക്രൂരനായിരുന്നു. അദ്ദേഹമാണ് കേസറിയ, സമറിയ, ജെറുസലേം ദേവാലയങ്ങൾ പണി കഴിപ്പിച്ചത്. അതായത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു അധികാരമോഹിയായിരുന്നു. ക്രൂരനായ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഇതാണ്. അദ്ദേഹം ക്രൂരനായിരുന്നുകൊണ്ട് അദ്ദേഹം മരിക്കുമ്പം എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കുമല്ലോ. അതുകൊണ്ട് ആൾക്കാർ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി രാജ്യത്തെ ഏറ്റവും നല്ലവരായ 10 പേരെ കൊല ചെയ്യണമെന്ന് ഹെറോദോസ് ഉത്തരവിട്ടിരുന്നു. അതായത് ഹെറോദോസ് മരിക്കുന്ന അവസരത്തിൽ, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇങ്ങനെ ആൾക്കാർ സന്തോഷിക്കും, അതില്ലാതാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് വരെ ഉത്തരവിട്ട ക്രൂരനായ ഭരണാധികാരിയാണ് ഹെറോദോസ്.
പക്ഷേ പെട്ടെന്ന് മരണം സംഭവിച്ചതുകൊണ്ട് ഇത് നടന്നില്ല എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹമാണല്ലോ കുഞ്ഞുങ്ങളെ ഈശോയെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ കൊല ചെയ്ത് ആനന്ദിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച ഏതാനും ചില കാര്യങ്ങൾ. അതായത് ഈശോയുടെ വരവ് സന്തോഷമായിട്ട് ജീവിതത്തിൽ പകർത്തിയ ഒരു ഗണമുണ്ട്, അത് ഇന്നുമുണ്ട്. ഈശോ എന്ന് പറയുന്ന നാമം തന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ളവർ, അല്ലെ ഈശോ വെറും ഒരു പ്രവാചകനാണെന്ന് പറയുന്നവർ, ഈശോ ദൈവമല്ല എന്ന് വാദിക്കുന്നവർ, ഈശോയുടെ സാന്നിധ്യം ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നവർ ഈ ഹെറോദോസിൻ്റെ അതേ അസ്വസ്ഥത ഉൾക്കൊള്ളുന്നവരാണ്. അതായത് ഹെറോദോസിൻ്റെ മനസ്സെന്താണ്? മനസ്സിൽ പറയുന്ന ഇതാണ്: രാജാവായി ജനിച്ചു എന്ന് പറയുന്നവനെ കൊല്ലണം. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരോട് പറയുകയാണ്, നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് എന്നോടും ഈ കാര്യം പറയണം. രക്ഷകനെ കാണാനും രക്ഷകനെ അനുഭവിക്കുവാനും അത്യാവശ്യമായിട്ട് വേണ്ടത് ഹൃദയ പരമാർത്ഥതയാണ്. രണ്ടാമതായിട്ട് വേണ്ടത് എളിമയാണ്. മൂന്നാമതായിട്ട് വേണ്ടത് വിശുദ്ധിയാണ്. ഇത് മൂന്നും ഹെറോദോസിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. ജ്ഞാനികളുടെ ജീവിതം എടുത്തു നോക്ക്. ഈ ഹൃദയ പരമാർത്ഥത, ദൈവത്തിൻ്റെ വചനത്തോട് കാണിച്ച, അടയാളങ്ങളോട് കാണിച്ച വലിയ വിശ്വസ്തത, ആട്ടിടയന്മാരുടെ ജീവിതം എടുക്കുക. ദൂതന്മാർ പറഞ്ഞത് കേട്ടത് അതുപോലെ വിശ്വസിച്ച ആട്ടിടയന്മാർ. മറിയത്തിൻ്റെ ജീവിതം എടുത്തു നോക്കുക, യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം എടുത്തു നോക്കുക. ഹൃദയ പരമാർത്ഥത, എളിമ, വിശുദ്ധി, ഇത് മൂന്നും ഈശോയെ സ്വീകരിച്ചവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈശോയുടെ ജനനം തന്നെ അസ്വസ്ഥതപ്പെടുത്തിയ ഹെറോദോസിൻ്റെ ജീവിതം നോക്കുക. ധാർഷ്ട്യത്തിൻ്റെ, തൻ്റെ ഇടത്തിൻ്റെ, കാപട്യത്തിൻ്റെ, വഞ്ചനയുടെ ചൈതന്യമുള്ള ഹെറോദോസിന് എങ്ങനെയാണ് ക്രിസ്തു സംഭവം അനുഭവമായി മാറുക? പ്രിയപ്പെട്ടവരെ, കാപട്യവും അതോടൊപ്പം തന്നെ അധികാരഭ്രമവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈശോയെ കാണുവാൻ ഹെറോദോസ് ആഗ്രഹിക്കുന്നത്. അത് അവനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അവനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഉള്ളിൽ കാപട്യവും ഉള്ളിൽ വഞ്ചനയും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്കും ഈശോയുടെ ആ ചൈതന്യം സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. ക്രിസ്മസ് ഒരനുഭവമായി മാറുകയില്ലെന്ന് ഹെറോദോസ് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ ഹെറോദോസ് എന്നിലുണ്ടാകാം. ഈ ഹെറോദോസ് ഒരുപക്ഷെ നമ്മളിലുണ്ടാകാം. അതായത് എൻ്റെ ജീവിതം സുരക്ഷിതമാകണം, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ എനിക്കാവില്ല, എൻ്റെ സ്ഥാനവും എൻ്റെ മഹിമയും നഷ്ടപ്പെടാൻ പാടില്ല, ഹൃദയത്തിൽ വിശുദ്ധി പാലിക്കാൻ എനിക്ക് താല്പര്യമില്ല, ജീവിതത്തിൽ അത് കാണിക്കുവാൻ താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ എന്നിലൊരു ഹെറോദോസ് ജീവിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. നമ്മളിലൊരു ഹെറോദോസ് ജീവിക്കുന്നു, വളരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ക്രിസ്തു സംഭവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയില്ല എന്ന് ഉള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകാനായിട്ട് ഇടയാകട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കറിയാം, ഹെറോദോസ് നിയമജ്ഞരെ അല്ലെങ്കിൽ ജ്ഞാനികളെ, അവിടെയുള്ളവരെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഈ രക്ഷകൻ എവിടെയാണ്? അതായത് എവിടെയാണ് അവൻ പിറക്കാൻ പോകുന്നത്? അവർ നിയമഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ചു നോക്കി, കൃത്യമായിട്ടാണ് പറയുന്നത്. അവർ പറഞ്ഞു, ഈ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ പറയുന്നത് പോലെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് അവരുടെ ആ പുസ്തകങ്ങളിൽ നിന്നെല്ലാം അവർ വായിച്ച് മനസ്സിലാക്കുകയാണ്. പക്ഷേ സത്യസന്ധമായ ഒരു അന്വേഷണമോ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആ എഴുതപ്പെട്ട വചനത്തോട് കാണിക്കേണ്ട ഒരു വിശ്വസ്തതയോ അവർ കാണിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നും ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണമെങ്കിൽ ഈ എഴുതപ്പെട്ട വചനത്തോടുള്ള ആ ഒരു തുറവി വളരെ ആവശ്യമാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ ദൈവം
കൃത്യമായി ഈ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയല്ല ഇത്. അതായത് ഓരോ കാലഘട്ടങ്ങളിൽ, നൂറ്റാണ്ടുകളുടെ ഇടവേളകളിൽ ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, ഒരേ കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപക്ഷെ ഈ ബൈബിളൊക്കെ വായിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട്, ഈ 73 പുസ്തകങ്ങളിൽ ആയി പല കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവചനം തന്നെയാണോ? ദൈവനിവേശിതമായി, അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതമായി ദൈവനിവേശിതമായി എഴുതപ്പെട്ട ആ വചനത്തിൻ്റെ അകക്കാമ്പുകൾ മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ രക്ഷാകര സംഭവത്തിൻ്റെ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചൈതന്യമാക്കി മാറ്റുവാനും സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചരിത്രത്തിലുടനീളം നമുക്ക് അനേകരെ കാണാനായിട്ട് സാധിക്കും. അതായത് ഈശോയുടെ വചനത്തെ സർവാത്മന സ്വീകരിച്ചവർ, ഈശോയെ തള്ളിപ്പറഞ്ഞിരുന്നവർ, ഒരിക്കലും ക്രിസ്തു സംഭവം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നവർ, പക്ഷേ നമ്മൾ കാണുന്നുണ്ട് അവരെയെല്ലാം ഈശോ സ്പർശിക്കുന്നത്. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. അതായത് ഒരിക്കൽ പോലും ഈശോയിൽ വിശ്വസിക്കുവാൻ കഴിയില്ല എന്ന് കരുതി ഇരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ ഒരു ധ്യാന ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുക്കുകയാണ്. അങ്ങനെ പങ്കെടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിർബന്ധം മൂലമാണ് അദ്ദേഹം ആ ശുശ്രൂഷയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. നീ അവിടെ ഇരുന്നോ, ഞാനിവിടെ ഇരുന്നെല്ലാം കേട്ടുകൊള്ളാം. വളരെ യാന്ത്രികമായിട്ട് ആ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുത്തു. അതിനുശേഷം അവസാനം ഒരു വിശ്വാസവും ഇല്ല, എന്നാലും ഭാര്യയുടെ നിർബന്ധപ്രകാരം എന്നാൽ ഒന്ന് ആ വൈദികൻ്റെ അടുക്കൽ നിന്ന് ഒരു പ്രാർത്ഥന സ്വീകരിച്ചേക്കാം എന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയുകയാണ്, ആ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച അവസരത്തിൽ ഒരു ഇടിത്തീ വീഴുന്നത് പോലുള്ളൊരു അനുഭവം, കാലുകൾ വേച്ചു പോകുന്നത് പോലെ തൊട്ടടുത്തുള്ള ഒരു കസേരയിൽ അദ്ദേഹം ഇരുന്നു. 32 വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിക്കണമെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഇട്ടുകൊടുത്തു. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഇത്രയും കാലം അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്, എന്നാൽ ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുവാൻ മാത്രം അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഹൃദയ കവാടങ്ങൾ അടച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവും ക്രിസ്തു സംഭവവും ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ടാവില്ല. ദൈവത്തിൻ്റെ വചനത്തോട് തുറവി കാണിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുമസ് ഒരനുഭവമായി മാറുകയുള്ളൂ. അങ്ങനെ ക്രിസ്മസ് ഒരനുഭവമായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം മുഴുവനും മാനസാന്തരത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും ഒരു ചൈതന്യമാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹമുണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്മസ് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് ആഘോഷിച്ച് തീർക്കേണ്ട ഒരു സംഭവമല്ല. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ അനുദിനം ഈശോ അവതീർണനാകേണ്ട ഒരു വലിയ സംഭവമാണത്. അതിനെങ്ങനെ സാധിക്കും? ക്രിസ്മസിൽ, ക്രിസ്തു സംഭവത്തിൽ ഒരിക്കൽ മാത്രമാണ് പുൽത്തൊട്ടിലിൽ ഈശോയെ നമ്മൾ കാണുന്നതെങ്കിൽ അനുദിനം ഈശോയെ നമ്മൾ കാണുന്ന ഒരു ഇടമുണ്ട്. അത് വിശുദ്ധ കുർബാനയല്ലാതെ മറ്റെന്താണ്? അതേ സംഭവം തന്നെ, ആ രക്ഷാകരമായ ആ സംഭവം, ആ ക്രിസ്തു സംഭവം, എൻ്റെയും നിൻ്റെയും രക്ഷയ്ക്കായി കടന്നു വന്ന ഈശോ തമ്പുരാനെ അനുഭവിക്കുവാനുള്ള ഏറ്റവും വലിയ സുന്ദരമായ നിമിഷം, അതാണ് വിശുദ്ധ കുർബാനയുടെ നിമിഷം. നമുക്ക് ഈ ക്രിസ്മസിൽ ഒരു തീരുമാനമെടുക്കാം. ഈശോയെ ഹേറോദോസിനെ പോലെ, അല്ലെങ്കിൽ ഈശോയെ അങ്ങയെ തിരസ്കരിച്ച അനേകരെ പോലെ ഹൃദയത്തിൻ്റെ കാഠിന്യമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റരുതേ. ഹൃദയത്തിൽ ഹൃദയപരമാർത്ഥതയും എളിമയും വിശുദ്ധിയുമുള്ള
അങ്ങയെ സ്വീകരിച്ച ആട്ടിടയരെ പോലെ എളിമയുള്ള, അങ്ങയെ സ്വീകരിക്കാൻ നല്ല മനസ്സ് കാണിച്ച, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധി അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന, ദൂതൻ കൽപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തിച്ച് കാണിച്ച യൗസേപ്പ് പിതാവിനെ പോലെ അടയാളങ്ങൾ കണ്ട് അങ്ങയെ അനുഗമിക്കാൻ തയ്യാറായ പൂജരാജാക്കന്മാരെ പോലെ അങ്ങയെ തേടുവാൻ, അനുഭവിക്കുവാനുള്ള ഒരു മനസ്സും മനോഭാവവും എനിക്ക് നൽകണമേ. അതിലൂടെ ഈ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ലോകം മുഴുവനിലും ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷമായി മാറുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ലോകം മുഴുവനിലും അനുഗ്രഹമായി മാറാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.